ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മ്യൂസിയം കാണാൻ പോയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ, വയനാട് കല്ലൂർ ട്രൈബൽ മ്യൂസിയം. ഓപ്പണായിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ആ സ്കൂള് ചേട്ടായി പഠിച്ചത് കേട്ടോ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് കല്ലൂർ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചേട്ടായി കുറേ സ്കൂളിലെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയും. ആ സ്കൂൾ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ ഓരോരോ ഓർമ്മകളൊക്കെ പറയും കേട്ടോ. അങ്ങനെ കഥകളൊക്കെ കേട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വരുമ്പോഴുള്ള കൈതയല്ലേ ഇത്? ഒരാൾക്ക് 30 രൂപയുടെ ടിക്കറ്റ് ചാർജ്. പിന്നെ രാവിലെ 9:30 തുറക്കും, വൈകിട്ട് 5 മണിയാകുമ്പോഴാണ് അടയ്ക്കുന്നത്. ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ശേഖരിച്ച് പ്രദർശനത്തിന് വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ തുറന്നിട്ട്. എന്നാലും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കാളവണ്ടിയുണ്ട്, പിന്നെ അതിൻ്റെ 2 ചക്രങ്ങളും അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വെച്ചേക്കുന്നല്ലേ ഏട്ടേ? കുറേ പഴകിയതല്ലേ? പപ്പ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ആ, ഇത് മാമൻ്റെ ഒക്കെ വീട്ടിൽ ഇരിക്കുന്ന പോലത്തെ അല്ലേ? ചത്തേപ്പുട്ടിന്റെ അച്ച്. നമ്മുടെ അവിടെ ഇങ്ങനത്തെ അല്ലല്ലോ, വേറൊരു മോഡലല്ലേ? ഇങ്ങനെ തന്നെ മോഡലാ? ഇരുമ്പിന്റെ കാല് വന്ന വീട്ടില്. ഇരുമ്പിന്റെ കാലോ? മറ്റേത് ഇരുമ്പിന്റെ കാലല്ലേ? ഇങ്ങോട്ട് മരമല്ലായിരുന്നോ വീട്ടിലുള്ളത് അല്ലേ? ഇടിയപ്പത്തിൻ്റെ മാവ് ആവിയിൽ പുഴുങ്ങിയിട്ട് പിന്നെ ആ ഉരുളകൾ ഇതിനകത്ത് വെച്ചിട്ട് ഈ സാധനം കൊണ്ട് പ്രസ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ ഇടിയപ്പം നൂൽപുട്ടായിട്ടിങ്ങനെ വരും. പാത്രം വെക്കും ഇവിടെ താഴെ. ഇടിയപ്പത്തിന് നമ്മൾ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ മാവ് കുഴയ്ക്കും. എന്നിട്ട് ഉരുളകളാക്കിയിട്ട് അപ്പച്ചമ്പിൽ ആവി കയറ്റിയെടുത്തിട്ട് ചൂടോടെ ആട്ടോ ഈ ഒരു അച്ചിൽ വെച്ചിട്ട് പിഴിഞ്ഞ് എടുക്കുന്നത്. ഇതെന്നതായിട്ട് ഇത് കുന്തവടി. കുന്തവടി അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? പാ നെയ്യാൻ വേണ്ടിട്ടാ. ഇങ്ങനത്തെ സാധനത്തിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. ഇതത് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലത്തെ പായ പുൽപ്പായല്ലേ? ഇത് നെയ്യാൻ വേണ്ടിയിട്ട്, ഇത് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ? അതിൽ വെച്ചിട്ട് പായ നെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നരികുത്തി വടി എന്ന് പറയാം. വേട്ടയാടാനോ? ഇത് വേട്ടയാടാനോ? ഇതിൻ്റെ പേരെന്താ? വേട്ടയാടാൻ നരിക്കുത്തി വടി, കുന്തവടി. നീളമുണ്ട് ഇതിന്. അതിൻ്റെ അറ്റം കാണിച്ച്. നിലന്തല്ലി. ബോളൊക്കെ അടിക്കുന്നല്ലേ? ചാണകം. ഇതെന്താ സംഭവം? ഉണ്ണിയപ്പത്തിൻ്റെ ദോശക്കല്ല്. ഉണ്ണിയപ്പം പിന്നെ ദോശക്കല്ല്. ഇതെന്തായിരുന്നു? ദോശക്കല്ലല്ലേ? അതിന് പക്ഷെ എന്തോ പേരുണ്ടല്ലോ, പിട്ടുകല്ല്. ആ, ഇത് ഉണ്ണിയപ്പം അല്ലേ? ഇത് ഉറി. പുൽപ്പായ. ഇത് കണ്ടോ, പുൽപ്പായ ഇരിക്കുന്നുണ്ടോ?
ഇതിൽ ട്രൈബൽസ് ഉപയോഗിച്ച സാധനങ്ങൾ മാത്രമല്ല, പണ്ടത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ട്രൈബൽസ് ഉപയോഗിച്ച സാധനങ്ങൾ അതിന് ഒരു പ്രത്യേക പേരായിരിക്കും പറയുന്നത്. നമുക്ക് ആ പേര് കേട്ടാൽ മനസ്സിലാവത്തില്ല. സാധനം കാണുമ്പം ഇതാണല്ലോ എന്ന് തോന്നും. പേര് എല്ലാം വ്യത്യാസം കേട്ടോ. നേരത്തെ കണ്ടില്ലേ ദോശക്കല്ലിന് പിട്ടുകല്ല് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ എല്ലാം വ്യത്യസ്തമായ പേരുകളാണ്. കുലുക്കല് കുലുക്കല് കുലുക്കല്. ചേട്ടാ ഇതെന്താ ചേട്ടേ? നെല്ല് വടിച്ചു കൂട്ടാനുള്ളതോ? അമ്പ് അമ്പുകുള. പിന്നെ ഇവിടെ ഉള്ളതിൽ ചില സാധനങ്ങളൊക്കെ ട്രൈബൽസ് മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ട്രൈബൽസ് പറയുന്ന പേരുകളാണ് ഇതിൽ എഴുതി വച്ചേക്കുന്നത്. പണിയായുധങ്ങളും വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളും കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് കുറേ ഉള്ളത് കേട്ടോ. ചോറ്റുകല്ല്, ചോറ് പോരുന്നത് ചോറ്റുകല്ലെന്നല്ലേ? ആ, ഇതെന്താ സംഭവം? അല്ല, ഇതിനെന്തോ പേരെഴുതിയിട്ടുണ്ട്, അതെന്നാന്ന് മനസ്സിലായില്ല. ക്ലായോ? ഫ്ലായ്. ഉമ്മിക്കറി ഇട്ട് വെക്കുന്ന ഊന്നുവടി. ഈ വേളാഞ്ചി എന്തിനുപയോഗിക്കുന്നതാ? ഇതെന്താ അറിയാം, ഇതിനകത്ത് നമ്മള് എന്താ പറയാ, മഴുകിയില്ലേ, ചക്കമഴുകി, ചക്കയുടെ അരക്ക് ചേർത്ത് ഇത് വെച്ചിട്ട് പക്ഷി കുത്തി വെക്കും മരത്തിന്റെ എവിടെയല്ലോ. മരത്തെ കുത്തി വെക്കുവാ? പാടത്തൊക്കെ. അന്നേരം പക്ഷി വന്ന് അതേ ഒട്ടുമ്പം പക്ഷിയെ പിടിക്കും അല്ലേ? എഴുത്താണിപ്പെട്ടി. ഇവിടെ ഒന്ന് കാണിച്ച് ചെയ്താൽ മോനെ. എഴുത്താണിപ്പെട്ടി കേട്ടോ. ഉണ്ടോ? നിൽക്കി. എന്താ ഇത്രേ ഉള്ളൂ, നീ ചവിട്ടണ്ട അവിടെ. എഴുത്താണിപ്പെട്ടി. എന്താ സംഭവം? വോളാഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മള് പച്ചക്കറിയൊക്കെ അരക്കിടൂലേ, അതാണോ? അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? വെറ്റിലപ്പെട്ടി എന്നൊക്കെ പറയില്ലേ? വെറ്റിലപ്പെട്ടി. വെറ്റിലച്ചെല്ലൊക്കെ പറയുന്നത് ആ സാധനം. ഞാൻ ചെറുപ്പത്തിലുള്ള പൈസ എന്തി? സ്ക്വയർ അല്ല, 10 പൈസ 5 പൈസ. ഇത് പണപ്പെട്ടി. പണപ്പെട്ടി പറ്റുന്നത് കടയിലൊക്കെ പൈസ ഇടുന്ന പെട്ടി അല്ലേ? തുറന്നേ. പാത്രം. മയിൽപ്പീലി കണ്ടു. തൊടല്ലേ, ഒന്നും തൊടല്ലേ. ഇതൊക്കെ ഒരു സിനിമയിൽ കാണുന്ന പോലത്തെ പാത്രം. ഇത് മുറുക്കാൻ തുപ്പിയല്ലേ? മറന്നോ? കുഞ്ഞിനെ ഇങ്ങോട്ട് മാറട. ഇവരുടെ മാല കണ്ടോ? നീ മിണ്ടാതിരിക്കെ.
സദ്യ വിളമ്പുന്നല്ലേ, 2 കറി ഇട്ടുകൊണ്ട് പോകാം. ഇവിടെ തന്നെ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാട്ടോ കൂടുതൽ. പിന്നെ വയനാട്ടിലെ പണിയ വിഭാഗത്തിൽപ്പെട്ട പ്രായമായിട്ടുള്ള അമ്മമാർ കാതിലിടുന്ന ആഭരണത്തിൻ്റെ പേരാട്ടോ തോട. അങ്ങനെ ഒരു പേരായി ഈ ഒരു സ്ഥാപനത്തിനും കൊടുത്തേക്കുന്നേ. പണ്ട് കാലത്ത് ഉപയോഗിച്ച കുറച്ച് ചില്ലറ പൈസകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ട്രൈബൽസ് ഉപയോഗിച്ച സാധനങ്ങൾ മാത്രമല്ല, അല്ലാതെ ഉള്ളതും ഉണ്ട് കേട്ടോ. വെള്ളം കോരുന്നതോ? ആ, വെള്ളം കോരുന്ന തൊട്ടി. വെള്ളം കോരുന്നു. ആണോ? ട്രൈബൽസ് ആയിട്ടുള്ള അമ്മമാർ കുന്നിക്കുരു ഒട്ടിച്ചിട്ട് കൈതോല കൊണ്ട് കെട്ടിയാട്ടോ ഈ തോട ഉണ്ടാക്കുന്നത്. കൈതോല കനലിൽ വാട്ടി അതിൽ കുന്നിക്കുരു ഒക്കെ ഒട്ടിച്ചിട്ടാണ് കമ്മൽ ഉണ്ടാക്കിയെടുക്കുന്നത്. മണ്ണിനെ അറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ച് ജീവിച്ചവരാണ് വയനാട്ടിലെ ആദ്യത്തെ ഉടമകൾ. അപ്പോൾ ട്രൈബൽസിൻ്റെ കുറേ സാധനങ്ങൾ, അവർ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച കുറേ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അരി അരയ്ക്കുന്ന അരി മറ്റേ പണ്ട് മുത്താരെയൊക്കെ തൊലിയിടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്. ഇത് പണ്ടത്തെ അളവ് ത്രാസില്ലേ, ത്രാസോ? അങ്ങനത്തെ ഓരോ അളവ് ഓരോ കാലഘട്ടത്തില് ഇതൊക്കെ ഇപ്പോഴും ചില കടകളിലുണ്ട്. ഈ സാധനം കർണാടകയിലൊക്കെ വരുന്നത് വെള്ളിക്കോല്, നാഴി, സേറ്, ഇത് കാസേറ്, അരസേറ്, മുക്കാസേറ്, ഒരു സേറ്. ഇത് കാല്, ഇത് അര. പണ്ടത്തെ വയലിൽ പണിക്ക് ഇതാ ഈ കുമ്മക്കൂടെ ഉപയോഗിച്ചോണ്ടിരുന്നത്. എൻ്റെ അമ്മ ഇത്രയും വലിയ വെയിറ്റ് ഇല്ലേ? ഇതിന് വെയിറ്റില്ല. ചേട്ടൻ മാർക്ക് നിൽക്കുന്ന നമ്മളതിൻ്റെ ഇലയില്ല, പണ്ടൊക്കെ മീൻ കൊണ്ടിരുന്ന് ആൾക്കാരെ അല്ലാതെ ഉണക്കിയിട്ട് ചേട്ടായി വയനാട്ടിൽ തന്നെ ജനിച്ചു വളർന്നതുകൊണ്ട് ചേട്ടായിക്ക് ഇവിടെ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അറിയാം കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എൻ്റെ അമ്മ നല്ല വലിപ്പമുണ്ട്. നെല്ലിട്ട് വെക്കുന്നതാ. ഇതിൻ്റെ പേര് കൊമ്മ എന്നാ. നെല്ലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാ കേട്ടോ. പിന്നെ പേഴ, വസ്ത്രങ്ങളൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേഴ ഉണ്ടായിരുന്നു. മീൻ പിടിക്കുന്നതോ? ചാടയോ? ചാട, മീൻ പിടിക്കുന്നത്. ഇതെന്നാ സംഭവം? മീൻ പിടിക്കുന്നതാ. ഒരു ഇതിലൊക്കെ മീൻ ഇതിലെ കയറും, ഇതിലൂടെ നോക്കിയെടുക്കാം. ഇവിടെ നൂരിയെടുക്കും. എന്നതാ കൂട്ടാൻ ഉപയോഗിച്ചോണ്ടിരുന്നത് പഴയ തൊട്ടില്. ഭസ്മത്തട്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കാർഷിക മേഖലയിൽ ഉള്ളപ്പോൾ ഇത് ഞവരി. പിന്നെ ആനയുടെ രൂപമാണ്. ഇതിൽ പൊട്ടിപ്പ് ശരിക്കുള്ള രൂപമാണ്. ഇതെങ്ങനെയാണല്ല? ആ, ഇത് മൊത്തത്തിലുണ്ടല്ലേ? ആ, ഒരു മൊത്തം ഒരു പലകയായിട്ട്. ഞവരി നല്ല വലിപ്പമുള്ളതല്ലേ? ഞവരി. ഇതും കണ്ടത്തിലെ പണിക്കെടുക്കുന്നതല്ലേ?
പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കടകോടി ബ്ലോക്ക് ഞാൻ കൊക്ക ഒക്കെ ഏത് കൊക്ക? പുല്ല് തട്ടാനോ? എങ്ങനെ? അല്ല, നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് കലപ്പ. അതിന്റെ ഭാഗമായിട്ട് വരുന്നത് മുഖം. മേയാൻ വിടുമ്പോ ഒച്ച കേൾക്കാനാ. ചെറിയ തട്ട, ചെറിയ ആടിനൊക്കെ ഉപയോഗിക്കുന്നത്. അതിനും ചെറിയ തട്ട നിർമ്മിച്ചു. കാട്ടിലേക്കൊക്കെ പശുവിനെ ആടിനെയൊക്കെ മേയാൻ വിടുമ്പം ഇതുപോലെ തട്ട കഴുത്തേലിടും. അന്നേരം ഇതിൻ്റെ ശബ്ദം കേൾക്കാമല്ലോ. അന്നേരം പശു ആടും ഒക്കെ എവിടെയാണ് ഉള്ളതെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തട്ട ഉപയോഗിക്കുന്നത്. ഇത് വീടിന് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ട്രൈബൽസ് ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ. കാട്ടുപോത്തിൻ്റെ നട്ടല്, മാനിൻ്റെ കൊമ്പ്, മുള്ളംപന്നിയുടെ മുള്ള്, മാനിൻ്റെ കൊമ്പ്, അങ്ങനത്തെ. മരത്തിൻ്റെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ ഈ മരത്തിൻ്റെ കളറ് ഭിത്തിയും കൂടെ ആകുമ്പോൾ കാണാൻ രസമാണെങ്കിലും പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ പോലെ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ എന്നോട് ചായാമനസ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജുവൈരി ഷെറാഫുവ ചായാമനസ ചീര എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചായാമനസയുടെ ചീരയൊക്കെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും പെരിഞ്ചീരകവും കൂടെ ഒതുക്കിയെടുക്കുന്നത്. ചായാമനസ ചീര അത്യാവശ്യം നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പെരിഞ്ചീരകം ഇത്രയും എടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് ചീര എടുക്കുന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം വളരെ കുറച്ച് മതി, ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ അങ്ങനെ ചുവയ്ക്കുന്ന പോലെ ചേർക്കല്ല്. അപ്പോൾ ഇത് ഒന്ന് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ചെറിയുള്ളിയും പിന്നെ മുളകും കൂടെ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പം സവാള അരിഞ്ഞ് പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിലും വെക്കാം. അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരട്ടെ. പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് സാധാരണ ചീര തോരൻ വെക്കുന്ന പോലെ കേട്ടോ തോരൻ വെക്കുന്നത്. പക്ഷേ മൺചട്ടിയിൽ വെക്കണം. 20 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം. ഇത് സാധാരണ ചിലരൊക്കെ തിളപ്പിച്ചൂറ്റിയും പിഴിഞ്ഞും ഒക്കെ എടുക്കും. അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് ചെറിയ എന്തോ കട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളിതുവരെ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. കയ്പോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാനെപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൺചട്ടിയിൽ 20 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സവാള ഒന്ന് ഇട്ടിട്ട് ഇളക്കിയെടുത്തത്. വഴറ്റൊന്നും വേണ്ടെന്ന് ഇളക്കിയെടുത്താൽ മതി. ചെറിയുള്ളി ഉണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ചതച്ച് ചേർക്കുന്ന കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് തുറന്ന് വെച്ചൊരു 20 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. വേറൊന്നുമില്ല. ഞാൻ സാധാരണ ചീര തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഈ ചായാമനസയുടെ ചീരയും തോരൻ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടായി ചോറൊക്കെ കൊണ്ടുപോകുമ്പം കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നാണല്ലോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് ചായാമനസ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ വെക്കുന്ന പോലെ അല്ലാന്ന് ചേട്ടായി വന്നതിനോട് പറഞ്ഞേ. അങ്ങനെയാണ് ഞാൻ ആ കൂട്ടുകാരൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിച്ചപ്പം ഇങ്ങനെ പെരിഞ്ചീരകവും കൂടെ ചതച്ചിട്ടിട്ട് ആ തോരൻ വെക്കുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ അന്ന് മുതൽ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. പക്ഷേ ബാക്കി ചീരകൾക്കൊന്നും നമുക്കിതുപോലെ പെരിഞ്ചീരകം ചതച്ചിട്ട് തോരൻ വെച്ചാൽ കൊള്ളത്തില്ല. ചായാമനസയ്ക്ക് മാത്രം പെരിഞ്ചീരകം ഇട്ട് വെക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.